എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡൗൺ ടൗൺ ഹോട്ടലിൽ നടന്ന ഒരു ആക്രമണത്തിന് ഡൗൺ ടൗൺ ഹോട്ടലിലെ ഒരു കപ്പിളിൻ്റെ ഇൻറ്റിമേറ്റ് സീൻസ് ജയ്ഹിന്ദ് TV പ്രക്ഷേപണം ചെയ്തതിന് ശേഷം യുവമോർച്ച സംഘടന കുറേ ചെറുപ്പക്കാർ അവിടെ ചെന്ന് ആക്രമിക്കുകയും ചെയ്തതിന് പ്രതിഷേധമായിട്ടാണ് ആദ്യത്തെ ചുംബന സമരം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. അതിനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുകയും അതുവഴി പലരും ഫേസ്ബുക്ക് യൂസേഴ്സാണ് ഇനീഷ്യലി ഇതിന് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു അക്യുമുലേറ്റഡ് ഒരു പോയിന്റ് മാത്രമേ ആവുന്നുള്ളൂ ഈ ഡൗൺ ടൗണിലെ ആക്രമണം എന്ന് പറയുന്നത്. കാരണം അതിനു മുമ്പ് തന്നെ പല തരത്തിലുള്ള ഇൻസിഡൻസ്, അതായത് വ്യക്തികളുടെ അവരുടെ ചില ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടുകളെയോ അവരുടെ ഇപ്പോൾ രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൂടെ ഭർത്താക്കന്മാരല്ലാത്ത പുരുഷന്മാരുടെ കൂടെ സ്ത്രീകൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരുടെ സിന്ദൂരമോ താലിയോ ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അവരോട് ചോദ്യം ചോദിക്കുന്ന ഒരു കയ്യൂക്കുള്ള ഒരു പറ്റം ആളുകൾ അവരെ കയ്യേറുന്നൊരു പ്രവണത ഒരു കുറച്ചു കാലമായി കേരളത്തിൽ. അതിനൊരു കാരണം പോലും ഒറ്റയ്ക്ക് രാത്രി സ്ത്രീകൾ സഞ്ചരിക്കാൻ തുടങ്ങിയും വ്യക്തി സ്വാതന്ത്ര്യം, അതായത് ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോവുകയോ ഒറ്റയ്ക്ക് കടപ്പുറത്തിരിക്കുകയോ ഒറ്റയ്ക്ക് ഇറങ്ങി സഞ്ചരിക്കുകയോ ചെയ്യുന്ന ഒരു മുമ്പ് അങ്ങനെ ഇല്ലാതിരുന്നൊരു പ്രവണത കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിനെ ചോദ്യം ചെയ്യുകയും അതിനെ നിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആക്ടുകൾ ഉണ്ടാകുന്നതിനൊരു എൻഡ് പോയിന്റ്, ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ടാണ് ഈ ഡൗൺ ടൗൺ ആക്രമണം നടക്കുന്നത്. അതിനുള്ളൊരു പ്രതിഷേധമായിട്ട് കൊച്ചി ചുംബന സമരവും സംഘടിപ്പിക്കപ്പെടുന്നു. ഫേസ്ബുക്ക് പേജ് ഉണ്ടാവുകയും ഒരുപാട് പേർ അതിന് ഈ കൊച്ചിയിലെ ചുംബന സമരമാണ് ആദ്യം നടന്നത്. അത് ഒരു 50 ആളുകൾ മാത്രമേ അതായത് സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി എത്തിയിരുന്നവരായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണ് TV-യിലൂടെ. കിസ് ഓഫ് ലവ് എന്നെ സംബന്ധിച്ചിടത്തോളം കിസ് ഓഫ് ലവ് അഥവാ ചുംബന സമരം ഉണ്ടാക്കി തന്നൊരു സ്പേസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, വേറൊരു തരത്തിലുള്ള സോളിഡാരിറ്റി നെറ്റ്വർക്കിംഗ് ഡെഫിനറ്റ്ലി. അതായത് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അതിന് ശേഷം വന്ന ഒരുപാട് സമരങ്ങൾ, അതായത് കല്യാൺ സിൽക്സിലെ ഇരിക്കൽ സമരമാണെങ്കിലും കൊച്ചി SEZ നടന്ന സ്ത്രീകളുടെ മെൻസ്ട്രേറ്റിംഗ് സ്ത്രീകളുടെ ശരീര പരിശോധന നടത്തുന്ന സമരം, അങ്ങനെ പല സമരങ്ങളും നമ്മൾ കാണാത്ത ഒരുപാട് സമരങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു രീതി, അതൊരു ട്രഡീഷൻ എന്നുള്ളതല്ല, പല സമരങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രവണത, ഒരു സ്പേസ് ആയിട്ട് ഈ കിസ് ഓഫ് ലവ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്തിട്ടുണ്ട്. ചുംബന സമരം എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 6 പെൺകുട്ടികൾ കോഴിക്കോട് ടേക്ക് ദ നൈറ്റ് ബാക്ക്, അതായത് രാത്രികൾ നുകരാമ്പടികളെ എന്ന് പറഞ്ഞൊരു സാധനം, ഇത് കേരളത്തിൽ പോലത്തെ ഒരു സംസ്ഥാനത്ത് നമ്മൾ സ്ത്രീകൾ ഇത്രയും പുരോഗതി ഉണ്ടെന്നും ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നരായി വിദ്യാഭ്യാസപരമായിട്ടോ സാമ്പത്തികമായിട്ടോ പോലും ജോലി എന്നുള്ള നിലയ്ക്കാണെങ്കിലും വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് വളരെ റിഗ്രസീവായിട്ടുള്ള മൈൻഡ് സെറ്റോടു കൂടി വളരെ പേട്രിയാക്കലായിട്ടുള്ള ഐഡിയാസ് ഉൾക്കൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇന്ന രീതിയിൽ കല്യാണം കഴിക്കണം, ഇത്ര പണം ചെലവഴിച്ച് കല്യാണം കഴിക്കണം, ഇന്ന ജാതിയിലുള്ള ആളെ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള നോഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ, ആ നോഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് ചോദ്യം ചെയ്യുന്ന ഒരു പറ്റം സ്ത്രീകൾ, പ്രൈമറിലി സ്ത്രീകളുടെ ലീഡർഷിപ്പിൽ തന്നെയാണ് ഇതിലെ എല്ലാ സമരങ്ങളും തന്നെ നടന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ സ്ത്രീകൾ തന്നെയായിരുന്നു മുന്നിലുണ്ടായത്.